നടി ആക്രമിക്കപ്പെട്ട കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ തിങ്കളാഴ്ച വിധി പറയും. നടൻ ദിലീപിന്റെ അറസ്റ്റോടെയാണ് ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് തിരിഞ്ഞത്. പൾസർ സുനിയിലും സംഘത്തിലും ആദ്യഘട്ടത്തിൽ നിന്ന കേസ് ദിലീപിലേക്ക് എത്താനുള്ള നിർണായക തെളിവായി മാറിയത് ഒരു കത്താണ്. ആ കത്തിന് പിന്നാലെ അന്വേഷണ സംഘം കണ്ടെത്തിയത് നടുക്കുന്ന ചില വിവരങ്ങളായിരുന്നു. ആദ്യം മലയാള സിനിമയിലെ ഒരു നടിയുടെ വാഹനം അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത, പിന്നീട് നടിയുടെ വാഹനം ഗുണ്ടകൾ ആക്രമിച്ചു എന്നതായി വാർത്ത. ഏറ്റവും ഒടുവിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നടി പോലീസിനോട് മൊഴി നൽകി. താൻ നേരിട്ടത് ക്രൂര ബലാത്സംഗമെന്ന്. അങ്ങനെയാണ് നാടിനെ നടുക്കിയ കൊട്ടേഷൻ ബലാത്സംഗ കേസ് പുറത്തറിഞ്ഞത്. അന്വേഷണം സിനിമാ കഥയെ വെല്ലുന്നതായിരുന്നു. പ്രധാനപ്പെട്ട പ്രതിയായി ദിലീപ് എത്തുന്നത് എങ്ങനെയെന്നും ഈ കേസിന്റെ അന്വേഷണ നാൾവഴിയും ഒന്ന് പരിശോധിക്കാം. ആദ്യഘട്ടത്തിൽ പൾസർ സുനിയും കൂട്ടാളികളും ചേർന്ന് നടത്തിയ ഒരു ബലാത്സംഗ കേസ്. അങ്ങനെയാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. ആദ്യ കുറ്റപത്രത്തിലും പൾസർ സുനി മുതൽ 6 പ്രതികൾ മാത്രം. ദിലീപിന്റെ പേര് അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പോലീസിന് കണക്ട് ചെയ്യാൻ ഒരു ലിങ്കും ലഭിച്ചിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഏപ്രിൽ 12-ാം തീയതി ദിലീപിന് പൾസർ സുനി ജയിലിൽ നിന്ന് ഒരു കത്തയക്കുന്നു. ഈ കേസിലെ ഏറ്റവും നിർണായകമായ മൊമെന്റ്. കത്തിന്റെ പേര് പറഞ്ഞ് പൾസർ സുനിയും കൂട്ടാളികളും തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുവെന്ന ദിലീപിന്റെ പരാതി, ജയിലിൽ നിന്ന് പണം ആവശ്യപ്പെട്ട് ഫോൺ കോൾ എത്തിയെന്ന നാദിർഷയുടെ വെളിപ്പെടുത്തൽ. ഏറ്റവും ഒടുവിൽ ദിലീപ് DGPക്ക് പരാതി നൽകി. ജൂലൈ 28-ാം തീയതി ദിലീപിനെയും നാദിർഷയെയും ചോദ്യം ചെയ്യാൻ ആലുവ പോലീസ് ക്ലബ്ബിൽ കൊണ്ടുപോയി. 14 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം ദിലീപ് പുറത്തേക്കെത്തി. തന്നെ അറസ്റ്റ് ചെയ്തതല്ലെന്നും താൻ നൽകിയ പരാതിയിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതാണെന്നും മറുപടി. ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളും അത് വിശ്വസിച്ചു. ദിലീപ് ഈ കേസിന്റെ ഭാഗമല്ലെന്ന അമ്മയിലെ മറ്റംഗങ്ങൾ ഒന്നാകെ പ്രതികരിച്ചു. പക്ഷേ പോലീസ് ചിലത് മുൻകൂട്ടി കണ്ടിരുന്നു. ദിലീപേട്ടൻ നമ്മളെ രക്ഷിക്കുമെന്ന് പറഞ്ഞ പൾസർ സുനി എഴുതിയ കത്തിന്റെ ആധികാരികത അന്വേഷണ സംഘം പരിശോധിച്ചു. ദിലീപും ആക്രമിക്കപ്പെട്ട നടിയും തമ്മിൽ വ്യക്തിപരമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന മൊഴിയും പോലീസിന് ലഭിച്ചു. ഏറ്റവും ഒടുവിൽ ജോർജ് ഏട്ടൻസ് പൂരം എന്ന ദിലീപിന്റെ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. സാഹചര്യ തെളിവുകളെല്ലാം ദിലീപിന് പ്രതികൂലമായി. അങ്ങനെയാണ് 2017 ജൂലൈ 10-ന് ആ അറസ്റ്റ് നടക്കുന്നത്. മലയാള സിനിമയെ അടക്കി ഭരിച്ചിരുന്ന ദിലീപ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലാകുന്നു. ബലാത്സംഗത്തിന് ഗൂഢാലോചന നടത്തിയെന്നതാണ് ദിലീപിനെതിരെ ചുമത്തിയ കുറ്റം. നിരപരാധിയായ തന്നെ ചിലരുടെ വ്യക്തി താൽപര്യത്തിനു വേണ്ടി അന്വേഷണ സംഘം വേട്ടയാടിയെന്നാണ് ദിലീപ് കോടതിയിൽ ആവർത്തിച്ചത്. പ്രോസിക്യൂഷനാകട്ടെ ദിലീപിനെതിരെ പരമാവധി തെളിവുകളുണ്ടെന്നും വാദിച്ചു. പൾസർ സുനി അയച്ച കത്തും ഇരുവരും തമ്മിലുള്ള ദൃശ്യങ്ങളും ഫോൺ സംഭാഷണങ്ങളും കൊണ്ട് ദിലീപിന് പരമാവധി ശിക്ഷ ഉറപ്പിക്കാൻ അന്വേഷണ സംഘത്തിനായിട്ടുണ്ടോ എന്നറിയാൻ ഡിസംബർ 8 വരെ കാത്തിരിക്കാം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.